എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ തെന്നിമാറി നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടാവുന്ന അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 4 അപകടങ്ങളാണ് ഉണ്ടായത്. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെറിയ മഴ പെയ്താൽ പോലും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ റോഡിൽ തെന്നി നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടാവുന്ന അപകടങ്ങളാണ് പതിവാകുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്കുള്ളിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ 4 അപകടങ്ങളാണ് ഉണ്ടായത്. കാരശ്ശേരി കറുത്തപറമ്പിൽ കഴിഞ്ഞ 15-ാം തീയതി രാവിലെ നിലമ്പൂരിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന കുടുംബം യാത്ര ചെയ്ത കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞും മുക്കം നഗരസഭയിലെ മുത്തേരിയിലും തൊട്ടടുത്ത മാങ്ങാപ്പൊയിലും കാറുകൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞും വ്യാഴാഴ്ച പുലർച്ചെ ഓമശ്ശേരിയിൽ മിനി പിക്കപ്പ് ലോറി കടകളിലേക്ക് പാഞ്ഞു കയറിയുമാണ് അപകടം സംഭവിച്ചത്. എല്ലാ അപകടങ്ങളിലും വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നെങ്കിലും ആളുകൾ തലനാരിഴക്കി രക്ഷപ്പെടുകയായിരുന്നു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു ചാറൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളാണ് നടക്കുന്നത്. ഇത് ഈ ഒരാഴ്ചയിൽ തന്നെ കഴിഞ്ഞ 15-ാം തീയതി ഒരു അപകടം നടന്നു. ഇവിടെ ഒരു കാറ് തെന്നി മാറിയിട്ട് ബ്രേക്കിൽ തെന്നി മാറിയിട്ട് റോഡിലേക്ക് മറിയുകയുണ്ടായത്. അപ്പോൾ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ 5-6 അപകടങ്ങൾ ഈ ഏരിയയിൽ മാത്രം നടന്നിട്ടുണ്ട്. കോടികൾ മുടക്കി ഈയിടെ നവീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൽ ചാലുപോലെ കുഴികൾ രൂപപ്പെട്ട് മഴ പെയ്താൽ ഈ ചാലിലൂടെ വെള്ളമൊഴുകുന്നതോടെയാണ് വാഹനങ്ങൾ തെന്നിമാറി നിയന്ത്രണം വിടുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ റോഡിന് ഒരു ചാലായിട്ട് ഒരു സൈഡ് ഇപ്പൊ ചാല ഇതായിട്ട് ഒരു വീൽ ബേസ് ആയിട്ട് കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആക്സിഡന്റ് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ 3-4 ആക്സിഡന്റ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വീട് ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം കിട്ടുന്നതാണ്. അപ്പോൾ റോഡിന്റെ എന്തെങ്കിലും ഒരു സൈഡ് കട്ടിങ് ആയിട്ടാണ് റോഡ് കിടക്കുന്നത്, താന്നിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് സംഭവം. റോഡിൽ ചാലുപോലെ കുഴി രൂപപ്പെട്ടതോടെ മഴയില്ലാത്ത സമയങ്ങളിലും റോഡിലൂടെ യാത്ര ചെയ്താലും ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വീഴുന്നതും പതിവാണ്. പലപ്പോഴായിട്ട് 2 വീലർ ആയതുകൊണ്ട് മെല്ലെ പോയാലും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം അത്രയ്ക്കും ഒരു റോഡിൻ്റെ ഒരു സൈഡ് അത്രയ്ക്കും താഴ്ന്ന് കുഴിഞ്ഞ് വീൽ ബേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ 2 വീലറിന് തീരെ പോകാൻ പറ്റില്ല. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് പിന്നെ നിർത്തി നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ റോഡ് ആകെ ഒരു കുഴിഞ്ഞ അവസ്ഥയിലാണല്ലോ. റോഡിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് റോഡിൻ്റെ അപാകത പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിന്റെ അവസ്ഥ അധികൃതർ എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിന് നടപടി വന്നിട്ടില്ല. എന്തൊരു നല്ല രീതിയിൽ ഈ നടപടി എടുക്കണം. എന്താ വെച്ചാൽ ഈ റോഡിന്റെ ഇടത് സൈഡ് ഫുള്ളായിട്ട് ചാലാണ്. ആ ചാലിൽ കുടുങ്ങിയിട്ട് ബൈക്കുകാരനെ കുളഞ്ഞു കളിച്ചിട്ട് ഒരു പറയുന്നുണ്ട് പഞ്ചറാണ് വെച്ച് നിർത്തും. അങ്ങനെയാണ് ഞങ്ങളോട് ചോദിക്കുമ്പോഴാണ് ഞങ്ങളാണ് പറയുന്നത് ഇതിനെ പറ്റി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടാക്കണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, മുക്കം.